നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പോക്കോയുടെ ഏറ്റവും പുതിയ ഫോണായ F4 5Gയുടെ കുറച്ച് വിശേഷങ്ങളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഒരുപാട് അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ കണ്ടു കാണും. അത്യാവശ്യം നല്ലൊരു ഹൈപ്പിൽ വന്ന ഫോൺ തന്നെയാണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഫോൺ വാങ്ങാതിരിക്കാനുള്ള കുറച്ച് കാരണങ്ങളെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് ഇതിനു മുമ്പ് പല പോക്കോ ഫോണുകളിലും ഒരുപാട് ദുരന്ത അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിന്റെ കുറച്ച് ബാഡ് ആയിട്ടുള്ള വശങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് നോക്കാം ഈ ഒരു ഫോണിന്റെ നല്ല വശങ്ങളെ കുറിച്ച്. അത്യാവശ്യം നല്ല ഫീച്ചർ റിച്ച് ആയ ഫോൺ തന്നെയാണ്. ക്യാമറ അടിപൊളിയാണ്, ഡിസ്പ്ലേ അടിപൊളിയാണ്, ബാറ്ററി ബാക്കപ്പും അതുപോലെ 65 വാട്ടിന് നല്ല ചാർജറും കാര്യങ്ങളെല്ലാം ഈ ഒരു ഫോണിൽ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു ഫോണാണ്. അത്യാവശ്യം നല്ല ഒരു സ്പെക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് പ്രൈസിലുമാണ് ഈ ഒരു ഫോൺ വരുന്നത്. പക്ഷെ നമുക്ക് ഇതിനെ കുറച്ച് മോശം വശങ്ങളെ കുറിച്ച് നോക്കാം. അതായത് നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ 1-2 മാസം കഴിയാതെ ഈ ഒരു ഫോൺ ചാടിപ്പോയി എടുക്കരുത്. അതായത് ഇപ്പം പല റിവ്യൂസിലും അടിപൊളി ഫോണാണ്, സൂപ്പർ ഫോണാണെന്നൊക്കെ പറയും. അവരെ സംബന്ധിച്ച് ഇതിൻ്റെ കുറച്ച് മോശം കാര്യങ്ങളെക്കുറിച്ച് ആദ്യമേ എടുത്ത് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പോരായ്മകളെ കുറിച്ച് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഈ ഫോൺ നല്ലതാണെന്ന് റിവ്യൂ കേട്ടതിന് ശേഷം ഓടിപ്പോയി വാങ്ങാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു പോക്കോയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിയുമ്പോഴാണ്. അതായത് പല ആൾക്കാർക്കും ഇതിനു മുമ്പ് പോക്കോ യൂസ് ചെയ്തവർക്ക് അറിയാവുന്നതാണ്, പല ഫോണുകളും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നതിന് ശേഷം ലാഗ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൺ അടിച്ചു പോയ പല കഥകളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനു മുമ്പ് പല പോക്കോ ഫോണുകളുടെയും റിവ്യൂ ഞാൻ ആദ്യ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാർ പോക്കോ ഫോണൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷേ പലർക്കും പിന്നീട് അത് ദുരന്തമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ ഫോൺ ലാഗ് ആകുമെന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണൊക്കെ ആൾക്കാർ ഉപയോഗിച്ച് 1-1.5 മാസം കഴിയാതെ നിങ്ങൾ ഒരിക്കലും പോയി വാങ്ങരുതെന്നാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ ആവശ്യത്തിൽ കൂടുതൽ ആഡ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ അവർ തന്നെ കുത്തി കയറ്റി വിടും. അതുപോലെ തന്നെ ഈ പോക്കോ ഫോണിൽ വന്ന ഒരു പ്രശ്നമാണ്, ആഡ്സ് ആവശ്യമില്ലാതെ പല സ്ഥലത്തും വരുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു ഫോണിലും ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. ചിലർ പറയുന്നു ആഡ്സ് വരുന്നുണ്ടെന്ന് പറയുന്നു. മെയിൻ വിഷയം വരുന്നത് അപ്ഡേറ്റ് വന്നതിന് ശേഷമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടാമത്തെ ഈ ഒരു വിഷയം കൂടി മെയിനായിട്ട് വയ്ക്കുക. അതായത് നിങ്ങൾക്ക് പരസ്യങ്ങൾ ആവശ്യമില്ലാതെ ഫോണിൽ വരുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു ഫോൺ കൂടുതൽ പ്രിഫർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിലും ഈ ഒരു ഫോണിനെ പരിഗണിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു മെമ്മറി കാർഡ് കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് നമുക്ക് ഈ ഒരു ഫോൺ 2 സിം ഇട്ട് യൂസ് ചെയ്യാം, പക്ഷേ എക്സ്ട്രാ ഒരു മെമ്മറി കാർഡ് നമുക്ക് ഇതിനായിട്ട് ഇട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് കാര്യങ്ങൾ വേണമെന്നുള്ള ആളാണെങ്കിൽ 128 ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോൺ ഫുൾ ആവും. നമുക്ക് എക്സ്ട്രാ ഒരു മെമ്മറി കാർഡ് ഇതിനകത്ത് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുപോലെ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് 3.5 ഹെഡ്ഫോൺ ജാക്ക് ഈ ഒരു ഫോണിൽ വരുന്നില്ല. അതും ഒരു ചെറിയ പോരായ്മയായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ഡിസൈൻ വളരെ മോശമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് ഫോണുകൾ വളരെ മികച്ച ഡിസൈനിൽ വരുമ്പോൾ ഇതൊരു ആവറേജിന് താഴെ നിൽക്കുന്ന ഒരു ഡിസൈനായിട്ടാണ് ഈ ഒരു ഫോൺ തോന്നിയത്. എല്ലാ ഫോണിനും ചെറിയ ചെറിയ ഡ്രോബാക്ക് കാര്യങ്ങളുണ്ടാകും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗെയിമിംഗ് ഫോൺ ഈ ഒരു റേഞ്ചിൽ നോക്കണമെങ്കിൽ iQന്റെ 6 ഒക്കെ നോക്കാവുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. അതും അത്യാവശ്യം ഇറങ്ങി കുറച്ച് ആയുള്ളൂ. പക്ഷേ എങ്കിലും ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അതിലാണ് ലഭിക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എന്താണെങ്കിൽ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കുന്ന നാളെ മറ്റൊരു വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.